നമ്മൾ പാർട്ട് 1 വീഡിയോയിലോട്ട് കിടക്കുകയാണ്. പാർട്ട് 2 വീഡിയോയിലകത്ത് RxJS ഇന്റർ ഓപ്പറേറ്റേഴ്സ്, അതായത് നമുക്കിപ്പം ഇതിനകത്തൊരു തിയറി പാർട്ട് ഒന്ന് കവർ ചെയ്യാം. ജസ്റ്റ് ഒരു 5 minutes. ടു സിഗ്നൽ എന്ന് പറഞ്ഞിട്ട് യൂസ് ടു സിഗ്നൽ നമുക്കിപ്പം ഒബ്സർവേഴ്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഒബ്സർവേഴ്സിനെ നമുക്ക് സിഗ്നലായിട്ട് ഡയറക്റ്റ് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് നമുക്ക് ഓൾറെഡി അസിങ്ക് പൈപ്പ് ഉണ്ടല്ലോ, അതായത് നമുക്ക് അസിങ്ക് പൈപ്പിന് സിമിലർ ആണ്. അസിങ്ക് പൈപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ടെംപ്ലേറ്റ്സിനകത്ത് ഒബ്സർവേഴ്സ് ഉണ്ടെങ്കിൽ അതിനെ അൺസബ്സ്ക്രൈബ് ചെയ്തെടുത്ത് വാല്യൂസ് തരുന്നതാണ് അസിങ്ക് പൈപ്പ് എന്ന് പറയുന്നത്. ആ അസിങ്ക് പൈപ്പിന് സിമിലർ ആയിട്ടായിരിക്കും ഈ ടു സിഗ്നൽ എന്ന് പറയുന്നത്. പക്ഷെ കുറച്ചുകൂടെ ഫ്ലെക്സിബിൾ ആണ്. ആപ്ലിക്കേഷനിൽ എവിടെ വേണമെങ്കിലും ഇത് ഉപയോഗിക്കാൻ പറ്റും. അപ്പം നമുക്ക് അതിൻ്റെ ഒരു എക്സാമ്പിൾ നോക്കാം. തൽക്കാലം നമുക്ക് ഒരു തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അതിന് ശേഷം നമ്മുടേതായിട്ട് എക്സാമ്പിൾ ഇപ്പം ഒബ്സർവർ ഇസ് ഈക്വൽ ടു ഇന്റർവൽ ഓഫ് കൗണ്ടർ ഇസ് ഈക്വൽ സിഗ്നൽ ഓഫ് 1 എന്നുള്ളതിന് പറയാം. ഞാനിപ്പോൾ ഇവിടെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന പോലെ കൗണ്ടർ അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ എഴുതാം. നമുക്കിപ്പോൾ അവരുടെ എക്സാമ്പിൾ തന്നെ എടുക്കണം എന്നില്ല. ന്യൂ ബിഹേവിയർ സബ്ജക്റ്റ് ഓഫ് ഒബ്സർവബിൾ. അപ്പം ഇതൊരു ഒബ്സർവബിൾ ആണ്. This dot counter observable dot as observable. എന്നിട്ട് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് counter equal to signal. സിഗ്നൽ എന്ന് പറയുന്നത് ഏത് സ്ലാഷ് സിഗ്നൽ എന്ന് പറയുന്ന സംഭവം ഏത് ലൈബ്രറി എന്നൊരു പറഞ്ഞിട്ടില്ല. RxJS core ഇന്റർ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ നിന്നാണ് അത് എടുക്കുന്നത്. ടു സിഗ്നൽ ഓഫ് കൗണ്ടർ കൊടുക്കുകയാണ് നമ്മൾ. Object is possibly undefined എന്നാണ് ഇത് വരുന്നത്. കൗണ്ടർ ഒബ്സർവർ ഇത് കൊടുക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇത് കൊടുത്താലും എറർ അടിക്കുന്നുണ്ട്.
തൽക്കാലം അത് നമുക്ക് നോക്കാം. ഇതുവരെ നമുക്ക് this dot counter observable dot next of 10 this dot counter observable dot next of this dot counter plus 1. അതായത് ഒന്നുകിൽ കൗണ്ടർ വരും, കൗണ്ടറിന്റെ വാല്യൂ അൺഡിഫൈൻഡ് ആണെങ്കിൽ അത് 0 എടുക്കും. ഇനി നമ്മള് അകത്ത് എന്ത് സംഭവിക്കുന്നു നമുക്ക് നോക്കാം. എറർ അടിച്ചോ? കൗണ്ടർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഒന്നും സംഭവിക്കുന്നില്ല. റീസെറ്റ് ചെയ്യുന്നതനുസരിച്ച് 10 വരുന്നുണ്ട്. 10 സ്റ്റാർ 2 is equal to 10 എന്നാണ്. അപ്പോൾ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നതിനകത്ത് എന്തൊക്കെയോ പൊട്ടത്തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം മുതൽ എന്താണെന്നൊന്ന് നോക്കാം. അപ്പം നോക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്താണ് ടു സിഗ്നൽ എന്നുള്ളത് ഫുള്ളായിട്ട് മനസ്സിലായി കഴിയും. ഈ ടു സിഗ്നൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിവിടെ ഒബ്സർവബിളിനകത്ത് കൗണ്ടർ ഒബ്സർവബിൾ കൊടുത്തിട്ടുണ്ട്. ഈ ഒബ്സർവബിൾ ഡോട്ട് ദിസ് ഡോട്ട് ഒബ്സർവബിൾ ഡോട്ട് ആസ് ഒബ്സർവബിൾ ആണ് നമ്മൾ കൗണ്ടർ കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ മാറ്റിയിട്ട് ദിസ് ഡോട്ട് കൗണ്ടർ ഒബ്സർവബിൾ കൊടുത്തിട്ടാണ് ഞാനിവിടെ. അതായത് ഈ വാല്യൂ മാറുന്നതനുസരിച്ച് ഈ സിഗ്നലിന്റെ കൗണ്ടറിന്റെ വാല്യൂ ലിമിറ്റ് ആവണം. അപ്പം നമ്മളിവിടെ ഒന്നുകൂടെ പോയി നോക്കിയിട്ട് അതിന് ഡിഗ്രീസ് അടിച്ച് നോക്കാം. ഇനിയിപ്പോൾ ചെയ്തിരിക്കുന്ന കൗണ്ടർ ആസ് ഒബ്സർവബിൾ എന്നുള്ളത് മാറ്റി ദിസ് ഡോട്ട് കൗണ്ടർ ഒരു വേരിയബിൾ എടുത്തു. അതിനുശേഷം നമുക്ക് കൗണ്ടറിന്റെ വാല്യൂ മാറണം. അതാണ് നമുക്ക് ആദ്യം വേണ്ടത്.
ഇപ്പോൾ കൗണ്ടറിൻ്റെ വാല്യൂ മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദിസ് ഡോട്ട് സിഗ്നൽ എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്ന റീഡ് ഓൺലി സിഗ്നൽ ആണെന്ന് തോന്നുന്നു. അത് ദിസ് ഡോട്ട് ഓൺ ഒബ്സർവർ ഡോട്ട് നെക്സ്റ്റ് ഓഫ് 10 കൊടുത്തു. ഇവിടെ ആണെങ്കിൽ ദിസ് ഡോട്ട് ഒബ്സർവർ ഡോട്ട് നെക്സ്റ്റ് ഓഫ് ഈ ഇഫ് സ്റ്റേറ്റ്മെന്റ് എടുത്ത് കളയാണ് ഞാൻ, കാരണം അത് ആവശ്യമില്ല അവിടെ. ഇപ്പം കറക്റ്റ് ആയിട്ടുണ്ട് സംഭവം. നേരത്തെ ആ ഒരു ബ്രാക്കറ്റിന്റെ പ്രശ്നമായിരുന്നു. റീസെറ്റ് ചെയ്തപ്പോൾ 10 വന്നു, 20 വന്നു. സോ ഇപ്പം ഇതിനകത്ത് നമുക്ക് ഇനി ലോജിക്കൽ എക്സ്പ്ലനേഷൻ തരാം. ഇതിനകത്ത് നമ്മൾ ആദ്യം എഴുതുന്നത് എന്താ? വി ആർ ആക്ച്വലി റൈറ്റിംഗ് ആൻ ഒബ്സർവബിൾ ബിഹേവിയർ സബ്ജക്റ്റ് ആസ് ആൻ ഒബ്സർവബിൾ എന്നുള്ള സംഭവം ഞാൻ തൽക്കാലത്തേക്ക് ഇവിടെ ഉപയോഗിച്ചിട്ടില്ല. പകരം കൗണ്ടർ ഡയറക്റ്റ് ആയിട്ട് ബിഹേവിയർ സബ്ജക്റ്റ് തന്നെയാണ് സിഗ്നലായിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുന്നത്. അപ്പം ഈ ബിഹേവിയർ സബ്ജക്റ്റിനകത്ത് വരുന്ന വാല്യൂസ് എല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി ബിഹേവിയർ സബ്ജക്റ്റിനകത്ത് വരുന്ന വാല്യൂസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ നമുക്ക് കിട്ടത്തില്ല. പക്ഷെ നമ്മളിവിടെ നെക്സ്റ്റ് അടിക്കുമ്പോൾ തന്നെ ഇത് ഓട്ടോമാറ്റിക്കലി സബ്സ്ക്രൈബ് ചെയ്ത് ഒരു സിഗ്നൽ വാല്യൂ ആയിട്ട്, റീഡബിൾ സിഗ്നൽ ആണ്, സിഗ്നൽ വാല്യൂ ആയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പം ഞാൻ ഇവിടെ സെറ്റ് ചെയ്യുന്ന സമയത്ത് സിഗ്നൽ റീഡബിൾ ആണോ റൈറ്റബിൾ ആണോ എന്നുള്ളത് തിയറിക്കകത്ത് എവിടെയും പറയുന്നില്ല കേട്ടോ. നമ്മളിവിടെ സിഗ്നൽ സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എറർ അടിച്ചില്ലായിരുന്നോ? ഓക്കെ, ആദ്യം നമ്മൾ സിഗ്നലായിട്ട് കൺവേർട്ട് ചെയ്ത് കൗണ്ടർ ആക്കി. അതിനുശേഷം ഞാനിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ അപ്ഡേറ്റ് ബട്ടൺ, അതായത് ഇതിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻക്രീസിൽ പ്രസ് ചെയ്യുന്ന സമയത്ത് നെക്സ്റ്റ് ഡോട്ട് വാല്യൂ ഡോട്ട് പ്ലസ് 1. എന്തിനാണ് ഈ ഡബിൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറഞ്ഞാൽ ഈ കൗണ്ടർ എന്ന് പറയുന്ന വാല്യൂ അൺഡിഫൈൻഡ് ആണെന്നുണ്ടെങ്കിൽ, ഡബിൾ ക്വസ്റ്റ്യൻ ആണെന്നുണ്ടെങ്കിൽ ആ വാല്യൂ 0 ആയിരിക്കും. ഈ വരുന്ന വാല്യൂ 0 ആയിരിക്കും, അല്ലെങ്കിൽ കൗണ്ടറിന്റെ വാല്യൂ ആയിരിക്കും. It means either this dot counter or 0. If this dot counter is not undefined or null, then it will return the value of this dot counter itself. If it is undefined or null, it returns 0. This dot counter value dot next of value plus 1.
ആ വാല്യൂവിനെ +1 ചെയ്തിട്ട് അപ്ഡേറ്റ് സിഗ്നലിൽ കൊടുത്തു. അപ്പം എപ്പോഴൊക്കെ അപ്ഡേറ്റ് സിഗ്നലിൽ കൊടുക്കുന്നുണ്ടോ അപ്പോഴൊക്കെ ബാക്കി നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ കമ്പ്യൂട്ടർ സിഗ്നൽ വർക്ക് ചെയ്യുന്നുണ്ട്. അതിനകത്ത് *1*2 വരുന്നതും ഇനി ഇവിടെ ഈ 1*2 എന്താ കൊടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സെയിം തന്നെയാണ്. കാരണം ഇവിടെ ഒരു കൗണ്ടർ എന്ന് പറയുന്ന സംഭവം അൺഡിഫൈൻഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അൺഡിഫൈൻഡ് ആണ് എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ 1 ആയിട്ട് അസ്യൂം ചെയ്ത് അതിനെ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. ഇത് അൺഡിഫൈൻഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിന്റെ വാല്യൂ എന്താണോ അത് വെച്ച് 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. അത്രയുള്ള സ്ലൈഡ് ചേഞ്ചസ് മാത്രമേ നമ്മൾ നേരത്തെ എഴുതിയ പ്രോഗ്രാമിൽ വരുത്തിയിട്ടുള്ളൂ. അപ്പൊ നേരത്തെ വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇത് കുറച്ചുകൂടെ മനസ്സിലാവും. അതായത് ഈ സിഗ്നൽ ഇൻട്രൊഡക്ഷൻ 1. ഇനി അടുത്ത ഇന്റർ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ടു ഒബ്സർവബിൾ ആണ്. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് നോയ്സ് ഒക്കെ ചിലപ്പോൾ കേൾക്കുന്നുണ്ടായിരിക്കും, ഇഗ്നോർ ചെയ്യുക. നമുക്ക് ഒരു ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്യാൻ പറ്റും. സോറി, അത് ഞാൻ സെറ്റ് ചെയ്തിട്ടില്ല. അത് നമ്മൾ സെറ്റ് ചെയ്യാൻ പാടില്ല. ഇനിഷ്യൽ വാല്യൂ സെറ്റ് ചെയ്ത് നോക്കാം. ഒരു സിഗ്നൽ ഇനിഷ്യൽ വാല്യൂ 0 ആക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ചെയ്യുന്ന ബാക്കി വരുന്ന എറേഴ്സ് വരുമല്ലോ എന്നുള്ളത് നോക്കട്ടെ. ഇവിടെ നമ്പർ മാറ്റി കഴിഞ്ഞപ്പം ഇത് അസൈൻ ആയിട്ടുണ്ട്. നമ്മൾ താഴെ കൊടുത്തിട്ടുള്ള ആ ഡബിൾ കൊലീഷൻ ഓപ്പറേറ്ററിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഈ കൊലീഷൻ ഓപ്പറേറ്റർ ഞാൻ പതുക്കെ ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത് നോക്കുകയാണ്. ഇനിഷ്യൽ വാല്യൂ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ആ കൊലീഷൻ ഓപ്പറേറ്ററിന്റെ വാല്യൂത്തിന്റെ കേസിൽ പ്രോബ്ലം മാറി കിട്ടി. ഇവിടെയൊന്നും നമുക്ക് ആ കൊലീഷൻ ഓപ്പറേറ്ററിന്റെ ആവശ്യമില്ല. ആൻഡ് വൺ മോർ തിങ്, ഞാനിവിടെ ചെറിയൊരു ചേഞ്ച് കൂടെ വരുത്തി. അതായത് ഈ കൗണ്ടർ നേരത്തെ നമ്മൾ കൗണ്ടർ ഒബ്സർവബിൾ ആണ് കൊടുത്തിരുന്നത്. ഇപ്പൊ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കൗണ്ടർ ഡോളറാണ്. അതായത് കൗണ്ടർ ഡോട്ട് ഒബ്സർവ്. രണ്ട് രീതിയിലും ബിഹേവിയർ സബ്ജക്റ്റ് ഡയറക്റ്റ് ആയിട്ട് കൊടുത്താലും ബിഹേവിയർ സബ്ജക്റ്റ് ഒബ്സർവബിൾ കൊടുത്താലും ഇത് വർക്ക് ചെയ്യും. അതാണ് ഇറ്റു സിഗ്നൽ എന്ന് പറയുന്നത്. ഈ ടു ഒബ്സർവബിൾ ഉണ്ട്. അതിന് നമുക്കൊരു കാര്യം ചെയ്യാം. നമ്മളിപ്പോ എഴുതിയിരിക്കുന്ന ഈ സിഗ്നൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടീസ് എല്ലാം നമുക്ക് മാറ്റിയിട്ട് ഈ ഒരു ചേഞ്ച് മാത്രമേ നമ്മളിവിടെ വരുത്തുന്നുള്ളൂ. പകരം നമ്മൾ ഇതിനെ ടു ഒബ്സർവബിൾ എന്ന് പറഞ്ഞ പുതിയൊരു ഫംഗ്ഷൻ എഴുതാം. നമുക്ക് ശരിക്കും ലാസ്റ്റിലാണ് എഴുതാറ്. പിന്നെ ഞാൻ വിസിബിലിറ്റിക്ക് വേണ്ടിയിട്ട് ഇവിടെ എഴുതുന്നേ ഉള്ളൂ. ടു ഒബ്സർവബിൾ
ഒബ്സർവബിൾ എഴുതുന്നതിന് മുമ്പ് ഒബ്സർവബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യട്ടെ. സിഗ്നൽ ഡോളർ, അതായത് സിഗ്നലിനെ ഒബ്സർവബിൾ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഈസ് ഈക്വൽ ടു ഒബ്സർവബിൾ ഓഫ് ദിസ് ഡോട്ട് ഒബ്സർവബിൾ ആണ്. ഞാൻ ഈ ഫംഗ്ഷൻ എടുത്തു. ദിസ് ഡോട്ട് ഒബ്സർവബിൾ ഓഫ് കൗണ്ടർ, കൗണ്ടറിനെ ഞാനത് ഒബ്സർവബിൾ ആയിട്ട് കൗണ്ട് ചെയ്യണം. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നമ്മളിവിടെ അപ്ഡേറ്റ് സിഗ്നൽ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അതുപോലെ തന്നെ എടുക്കണം. നമ്മൾ ഈ അപ്ഡേറ്റ് സിഗ്നൽ, ഈ വാല്യൂസ് ഒന്നും തൽക്കാലത്തേക്ക് നമ്മൾ ഈ കൗണ്ടർ ഒബ്സർവബിൾ എന്നുള്ള വാല്യൂ മാത്രം എല്ലാം പഴയ കോഡാക്കാണ്. കൗണ്ടറിലോട്ട് വാല്യൂ സെറ്റ്, ഇവിടെ റീസെറ്റ് എന്ന് പറയുന്നത് 1 സെറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ കൗണ്ടർ ഡോട്ട് അപ്ഡേറ്റ് ഓഫ് വാല്യൂ എടുക്കുന്നു. ഇനി ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് കൗണ്ടർ ആണ്. സോറി, ഇവിടെ ഇംപ്ലിമെന്റ്സ് on init subscribe വാല്യൂ തൽക്കാലം കൺസോൾ ലോഗ് ചെയ്യാം. അത് വേറെ വാല്യൂസ് വല്ല എടുക്കണം, അല്ലെങ്കിൽ വേണ്ട, നമുക്കിവിടെ പുതിയൊരു വേരിയബിൾ ആഡ് ചെയ്യാം. സബ്സ്ക്രൈബ് വാല്യൂ ഇനിഷ്യലി 0 കിടക്കട്ടെ. വാല്യൂ ഈക്വൽ ടു വാല്യൂ. നമ്മൾ TS ഫയലിൽ ചെന്നിട്ട് പിന്നെയും ഒരു BR എഴുതാണ് for subscribe subscribed value is 1, subscribed value is 2. See, every time when you increase the counter, ആ വാല്യൂ അനുസരിച്ച് തന്നെ ഇവിടെ സബ്സ്ക്രൈബ് ചെയ്ത് വരുന്നുണ്ട്. സോ എഗെയിൻ ഞാൻ ഒന്നുകൂടെ തിയറി പറയാണ്. നമ്മളൊരു സിഗ്നൽ ഇവിടെ നമ്മൾ സിഗ്നൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് സിഗ്നൽ ഓഫ് നമ്പർ ഓഫ് 1. അതിൻ്റെ ഇനിഷ്യൽ വാല്യൂ 1 ആണ്. ആ സിഗ്നലിനെ തന്നെ കൗണ്ടർ എന്നാണ് സിഗ്നലിൻ്റെ പേര്. ആൻഡ് സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ എന്ത് ചെയ്തു, ഒബ്സർവബിൾ ആയിട്ട് ഡിഫൈൻ ചെയ്തു. അതിനുശേഷം നമ്മൾ അതിനൊരു നെക്സ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് അപ്ഡേറ്റ് സിഗ്നൽ എന്ന് പറയുന്നിട്ടൊരു ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് എപ്പോഴും അതിൻ്റെ വാല്യൂ +1 വെച്ച് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻജോൺ ഇനറ്റിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാല്യൂസിനെ, നമ്മുടെ ഈ സിഗ്നൽ വാല്യൂസിനെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സിഗ്നൽ സബ്സ്ക്രിപ്ഷൻ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു വേരിയബിളിലോട്ട് വാല്യൂ സ്റ്റോർ ചെയ്ത് വെക്കുന്നു. ആ വാല്യൂ ഞാനിവിടെ പ്രിന്റ് ചെയ്യുന്നു. അപ്പം നമുക്കറിയാം സിഗ്നലിന്റെ വാല്യൂ ഇപ്പം എന്താണ്. കൗണ്ടർ ഇൻക്രീസ് ചെയ്യുമ്പോൾ സിഗ്നലിന്റെ വാല്യൂ 16 ആണ്, സബ്സ്ക്രൈബ് ചെയ്ത് വന്ന വാല്യൂയും 16 തന്നെയാണ്. സോ ഇതാണ് ടു ഒബ്സർവബിൾ എന്ന് പറയുന്നത്. ഈ ടു ഒബ്സർവബിൾ എന്ന് പറയുമ്പോഴത്തേക്കും ഇതിനകത്ത് ഒരു അസിൻക്രണസ് നോട്ടിഫിക്കേഷൻ ഓഫ് ചേഞ്ചസ് ആയിരിക്കും വരിക. സിഗ്നലിന്റെ വാല്യൂ നമ്മൾ മൾട്ടിപ്പിൾ ടൈംസ് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ ഇപ്പം ഇവിടെ വരുന്നുണ്ട്. പക്ഷെ ചില കേസസിൽ ചില കേസസിൽ നമ്മളിപ്പം ഞാനിപ്പോൾ ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. റീസെറ്റ് ചെയ്ത് നോക്കാം. റീസെറ്റ് ചെയ്ത് പലതവണ നമ്മൾ റീസെറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് സെറ്റ് ചെയ്ത വാല്യൂ വരുള്ളൂ എന്നാണ് പറയുന്നത്. അതായത് ഞാനിപ്പം ഈ സെറ്റ് ഫംഗ്ഷനകത്ത് റീസെറ്റ് എവിടെ, കൺസോൾ ലോഗ് കൂടെ ചെയ്യാം ഈ വാല്യൂ.
this is not subscribed value. So then what I can do is, yeah, ഇവിടെ reset എന്ന് വന്നിട്ട് നമുക്കൊരു function ഉണ്ട്, set one. So what I'm trying to do is like I'm copy paste ചെയ്യണം. And I'm putting this as 10, 100, 11, 110. Let's see on reset what happens. Reset le namukku etra value kittum nokkam. I'm putting an F12 also here. F12 is a counter 1. Idella remove cheyana, and this is counter increase. There's a debugger somewhere. Pause on debugger. Okay. Subscribed value ആണ് വരുന്നത്. Promise എന്തോരു പിന്നെയും listener promise error വന്നിട്ടുണ്ട്. Let it be. Reset 110. The counter value is 110. Subscribed value is 110. One time is 110. We don't get 110, 100, 11. We got the last value 110. That is a value in which the subscriber was stable. നമ്മുടെ counter signal stable ആയത് 110-ലാണ്. അപ്പം 110-ലെ ആ വാല്യൂ നമുക്ക് വരത്തുള്ളൂ. ലാസ്റ്റ് വാല്യൂ ആയിരിക്കും സെറ്റ് ഫംഗ്ഷൻ ലോഡ് ചെയ്യുക. അപ്ഡേറ്റ് ഫംഗ്ഷൻ മറ്റേത് നമ്മൾ അപ്ഡേറ്റ് ഫംഗ്ഷനിൽ കൊടുക്കുന്ന വാല്യൂ ആണ് മാറി വന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഇപ്പൊ എനിക്ക് പിന്നെയും ഒരു സംശയം, കാരണം ഇവിടെ സെറ്റിൽ കൊടുത്തപ്പം ഇങ്ങനെ വന്നു, അപ്ഡേറ്റിൽ കൊടുത്തപ്പം ഇങ്ങനെ വന്നു. വാട്ട് ഇഫ് ഇൻസ്റ്റെഡ് ഡൂയിങ് ദിസ് നമുക്ക് ഇവിടെ സെറ്റ് ആക്കി കൊടുത്താലോ? ലെറ്റ്സ് സീ വാട്ട് ഹാപ്പൻസ്. കൗണ്ടർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് അവിടെ ഇൻക്രീസ് ആയി തന്നെ വരുന്നുണ്ട്. സബ്സ്ക്രൈബ് വാല്യൂസ് 4, സബ്സ്ക്രൈബ് വാല്യൂസ് 5. Let me see if my changes is reflecting here. It is set only, right? Yeah, it's set. So സെറ്റിൽ എനിക്ക് തോന്നുന്നു ഇവിടെ ആ ഒരു ഫംഗ്ഷൻ അകത്ത് ഒറ്റ ടൈമേ സെറ്റ് യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം ഒറ്റ ടൈം കൊണ്ട് തന്നെ കമ്പൈലറിന് മനസ്സിലാവും ദിസ് ഇസ് എ വാല്യൂ ആൻഡ് ഇസ് ഗോട്ട് സ്റ്റേബിൾ. സോ ബേസിക്കലി ഇത് പറയുന്നത് നമ്മുടെ സിഗ്നൽ സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ എന്താണോ ആ വാല്യൂ ആണ് സബ്സ്ക്രൈബിൽ വരിക. പിന്നെ അത് എന്തോ ഒരു തിയറി കൂടെ കിടപ്പുണ്ട്, നമുക്ക് അതുകൂടെ ഒന്ന് നോക്കാം. ഇതുവരെ ഉള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. Required sync is true to sync. ഇത് എങ്ങനെ യൂസ് ചെയ്യണം എന്ന് എക്സാമ്പിൾ കൊടുത്തിട്ടില്ല അവര്. ബട്ട് ലെറ്റ്സ് സീ. One second. This is for the observer only, right? This is for to signal. Okay, signal നമുക്ക് തിരിച്ചു വരാം സിഗ്നലിലോട്ട്. Before that, is there anything left in to observer? Timing of the observer നമ്മൾ പറഞ്ഞു. Output from observer. Declares Anglo emits values based on RSA. ഇത് ജസ്റ്റ് ഔട്ട്പുട്ട് എമിറ്ററിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഔട്ട്പുട്ട്. ഇത് നെയിം ചേഞ്ച് ഡോട്ട് എമിറ്റർ സംതിങ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. അത് ഔട്ട്പുട്ട് എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ ഞാൻ കവർ ചെയ്യുമ്പോൾ അതിനകത്ത് ഞാൻ കവർ ചെയ്യുന്നുണ്ടായിരിക്കും. ഇപ്പൊ അതിനെ കുറിച്ച് ബോധർ ചെയ്യണ്ട. പകരം നമുക്ക് വി ജസ്റ്റ് റിവേർട്ട് ബാക്ക് ദ ചേഞ്ചസ് ടു കൗണ്ടർ ടു സിഗ്നൽ. ഇത് രണ്ടും മാറ്റിയിട്ട് എവിടെയൊക്കെ എറർ വരുന്നു അവിടെയൊക്കെ എറർ. കാരണം ആ ഒരു ചെറിയ ചേഞ്ച് കൂടെ നമുക്ക് ഇട്ട് നോക്കിക്കഴിഞ്ഞാൽ ഐ തിങ്ക്
ചിലപ്പം ബോറടിക്കുന്നുണ്ടായിരിക്കും അല്ലേ, ബിക്കോസ് ഞാൻ അധികം പ്രിപ്പയർ ചെയ്തിട്ടൊന്നുമല്ല വന്നിട്ടിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് ബേസിക്സ് കവർ ചെയ്തിട്ട് ഞാനിത് റിഫ്രഷ് ചെയ്യുമ്പം ഐ തോട്ട് ഓഫ് മേക്കിംഗ് എ വീഡിയോ സോ ദാറ്റ് ആർക്കെങ്കിലും ഇത് യൂസ്ഫുൾ ആവുന്നെങ്കിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, നിങ്ങൾക്ക് പിന്നെ വന്ന് കാണണമെങ്കിൽ കാണാം. ഇറ്റ്സ് നോട്ട് ഫോർ സംതിങ് വിച്ച് യുനോ ഫോർ ഞാൻ നമ്മൾ കൊടുക്കും തോറും കൂടുന്നൊരു സംഭവമാണല്ലോ നോളജ്. ദാറ്റ്സ് വൈ ഐ തോട്ട് ഓഫ് മേക്കിംഗ് ദിസ് വീഡിയോ. Okay. I think we are done with the changes here. അവർ പറയുന്ന ഇനിഷ്യൽ വാല്യൂവിൻ്റെ കൂടെ കോമ സ്ക്വയർഡ് സിംഗിൾ കൂടെ കൊടുക്കണമെന്നാണ്. എന്താണിത്? അവരത് യൂസേജോടെ പറയണം. ലീവ് ദിസ് ഇസ് ട്രൂ ടു സിംഗിൾ ഓൾസോ. Let me do with counter observer where this help is for okay. എനിക്ക് ഇവിടെ തന്നെയാണ് അത് യൂസ് ചെയ്യേണ്ടത്. ഇഫ് ദിസ് ഇസ് ട്രൂ ടു സിഗ്നൽ വിൽ അസർ ദാറ്റ് observer produces values immediately. True is not assigned to false. ഇത് വർക്ക് ചെയ്യുന്നുണ്ട് ഇവിടെ. എന്തോ we have this error. This should be the first overload. അത് നമ്മൾ ഇനിഷ്യൽ വാല്യൂ കൊടുത്തിട്ടുണ്ടല്ലോ. Still that error was there. Okay, നമുക്കപ്പോൾ ഇത് ക്ലിയർ അല്ല. ഇത് നോട്ട് ചെയ്തിട്ട് I'll come back and no. First thing, let me put it as false. The false is fine. Whether to record if I face this is stored to signal outside option for the value made by experience. Setting this option removes the need to deal with undefined in the signal type provided. Render or to provide an undefined value the cost runtime requirement is not met. Okay. ആ സബ്സ്ക്രിപ്ഷൻ്റെ വാല്യൂ അറിയാമല്ലോ, നമ്മൾ ആ ടു ഒബ്സർവ് എന്ന് പറയുന്ന സംഭവം മാറ്റി കൊടുത്തോണ്ടാണ് ഇത് 0 നടക്കുന്നത്. ബട്ട് ഇറ്റ് വർക്ക്സ് എനിവേ. അപ്പം RxJS-ൻ്റെത് കഴിഞ്ഞു. ഇനി അടുത്തതെന്ന് പറയുന്നത് ഇന്റർ ഓപ്പറേറ്റർ അത്രയേ ഉള്ളൂ. പിന്നെ ഇൻപുട്സ് ആൻഡ് സിഗ്നൽസ് ഉണ്ട്, മോഡൽസ് ആൻഡ് സിഗ്നൽസ് ഉണ്ട്, ക്വരീസ് സിഗ്നൽസ് ഉണ്ട്. അത് മൂന്ന് വീഡിയോ ആയിട്ട് ചെയ്യാമെന്നായിരുന്നു. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് കമൻസ് എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോയിൽ കൊടുക്കാം. എനിക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഐ ലുക്ക് ഇൻ ടു ഇറ്റ്. താങ്ക്സ് ഫോർ വാച്ചിങ്.